കുറച്ച് ദിവസമായി നമ്മൾ ഈ കൊട്ടയിട്ട് ഇറങ്ങിയിട്ട് ഇന്ന് ചെറിയൊരു വിളവെടുപ്പാട്ടോ. കുറച്ച് മത്തം പറിക്കാനുണ്ട്. മത്തന്റെ കാര്യമൊന്നും പറയണ്ട, ഉദ്ഘാടന വിളവെടുപ്പൊക്കെ എന്നോ കുരങ്ങന്മാര് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കുരങ്ങിന് കിട്ടാത്ത രീതിയിൽ മത്തം വള്ളിയിൽ നമ്മൾ ടെക്നിക്കൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ച് മത്തനുണ്ട് ഇപ്പൊ അതില്. അപ്പൊ അത് നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ ആദ്യം നമ്മളെ വള്ളികളിൽ ചെയ്ത ഐഡിയ ഒന്ന് കാണണ്ടേ. ഇവിടെയൊക്കെ പടർന്ന വള്ളീന്റെ മുകളിലൂടെ നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട്. കുരങ്ങിന്റെ ശല്യം കൂടിയപ്പോഴേ ഫുള്ള് മത്തനും പറിച്ചു പോവാ. ഇഷ്ടംപോലെ മത്തൻ ചായുന്നുണ്ടായിരുന്നു. ഞാൻ എന്താക്കി മീൻകുളത്തിന്റെ മുകളിൽ ഇടാൻ വെച്ച പുതിയ വല എടുത്തിട്ട് ഞാനും ഇതിനും കൂടെ പല ഐഡിയ ഞങ്ങൾ നോക്കി. കവണെടുത്ത് പോവും, കല്ലെടുത്തെറിയും, പടക്കം പൊട്ടിക്കും, എന്തിനും ഇവന്മാർ ഈ നമ്മളെ ഗ്യാപ്പിൽ ഓരോ ഗ്യാപ്പിൽ നമ്മൾ കാണാത്ത സമയത്ത് വന്നിട്ട് ഓരോന്ന് പറിച്ചു പോവാ. ലാസ്റ്റ് ഇതാ നെറ്റ് എടുത്തിട്ട് പറ്റുന്ന രീതിയിൽ കാപ്പിച്ചെടി പടർന്നതിലൊന്നും ഇടാൻ പറ്റിയില്ല. അല്ലാതെ കുറച്ച് നിലത്തിലൂടെയും ചെറിയ കാപ്പിച്ചെടിയിലൊക്കെ പറന്നുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ ഈ നെറ്റ് അങ്ങോട്ട് ഇട്ട്. മത്തന്റെ വീഡിയോ നമ്മൾ തുടക്കത്തിൽ ഓണസമയത്ത്, ഓണം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മത്തം ഫസ്റ്റ് വിളവെടുത്തത്. ഇപ്രാവശ്യം മത്തം നട്ട സമയമൊക്കെ അപ്പോഴാണ് നല്ല മഴ കാരണം നമുക്ക് മത്തന് വേണ്ട രീതിയിൽ ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞാൽ ചാക്കിൽ പറിക്കേണ്ടതാണ്, ചെറിയ കൊട്ടയിൽ വിളവെടുത്ത് കുറെ മുന്നേ വീഡിയോ കാണിച്ചാൽ. അതിനുശേഷം മഴയൊക്കെ മാറിയ ശേഷമാണ് നമ്മൾ വള്ളികളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നിൽക്കുന്നു. അപ്പൊ നല്ലതാ ഇതുപോലെ പൊട്ടി ഉണ്ടാകാൻ തുടങ്ങി. നമ്മൾ ക്യാബേജ് നട്ട സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ഇതിന് വേണ്ടി നിർത്തി, മത്തം വള്ളി മാത്രം നിർത്തിയിട്ട് ചെത്തി കളഞ്ഞില്ല. ഉഷാറായിട്ട് വന്നിട്ടോ. കണ്ടില്ലേ ഇങ്ങനെ തലപ്പ് പൊട്ടി ഉണ്ടായതുകൊണ്ട് ഇപ്പൊ നോക്കുമ്പോ നനച്ചും കൂടെ കൊടുത്തപ്പോ മത്തം നല്ല അങ്ങോട്ട് ഉണ്ടായി. മത്തം നടുന്നൊരു സമയമല്ല ഇട്ടപ്പോ. എന്നിട്ടും ഈ സമയത്ത് നോക്ക് കരുത്ത് നോക്കിതാ തലപ്പ് പോകണ്ടില്ലേ. ഓരോ തലപ്പിലും ഇഷ്ടംപോലെ ചായനുണ്ട്. ചാഞ്ഞതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എളുപ്പം ചാഞ്ഞത് പെട്ടെന്ന് കണ്ണിൽ കാണുള്ളൂ. അതാ അവിടെ കണ്ട മത്തം ഉണ്ടായത്. ഇവിടെ കണ്ടില്ലേ, അത് ചായന്റെ നല്ല നാടൻ മത്തം. രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ, നീളനും ഉണ്ട് ഉരുളനും ഉണ്ട്. ഇതാ ഈ കാണുന്നത് ഉരുളനാ. അപ്പൊ നെറ്റിന്റെ ഉള്ളിലാട്ടോ, നമ്മളെ തൊഴുത്തിന്റെ സൈഡിലാട്ടോ. ഇവിടെ നോക്ക് മിൽക്ക് മെഷീന്റെ സ്വിച്ച് ബോർഡിന്റെ അടുത്തൊക്കെ ഇതാ ഇവിടെ ചായന് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് നീളനാ. നീളം നല്ല പൊടിയുള്ള മത്തന. ഉരുളനും പൊടിയുണ്ട്, പക്ഷെ നീളം കുറച്ച് വലിപ്പം കുറവാണെങ്കിൽ നല്ല പൊടിയതാ. ഒന്ന് മിൽക്ക് മെഷീന്റെ അടിയിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചായുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടല്ലേ, പുതിയത് ഇങ്ങനെ പൊട്ടി ഉണ്ടായിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കും, പിന്നെ ഇങ്ങനെ നനച്ചും കൊടുക്കും. ആ നനച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ചാണകത്തിന്റെ ഇത് കൂടുതലാണ്. നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ തൊഴുത്തിന്റെ ഈ പൈപ്പിൽ നിന്നൊക്കെ പോകുന്ന ചാണകത്തിന്റെ വെള്ളമൊക്കെ കിട്ടി നല്ല കരുത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പറിക്കൽ തുടങ്ങാം. അപ്പൊ ആദ്യം ഇത് കാണിച്ചാണ്. പറിക്കണമെങ്കിൽ നമ്മൾ സർക്കസ് കൂടാരത്തിനുള്ളിൽ പോകുന്ന അരി അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. പിന്നെ ഇന്നലെ വന്നിട്ട് വിളവെടുപ്പിന് സ്പീഡാക്കാനുള്ള കാരണം പറഞ്ഞതാ അവിടെ കാണിച്ചു. ഇന്നലെ വന്നിട്ടില്ല, ഇന്ന് വൈകുന്നേരം വന്നിട്ട് നല്ലൊരു മത്തന്. ഞാൻ കിട്ടൂല വെച്ച് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോവാ, പറഞ്ഞിട്ട് കാര്യമില്ല. കൊട്ട അവിടെ വെച്ചല്ലേ എടുത്തിട്ട് വരാം. ഈ എല്ലാം നടന്ന സ്പീഡിൽ നടക്കാറ്റില്ല, നെറ്റ് തടയും കേട്ടോ. എന്തായാലും ഇപ്പോഴും മത്തം വള്ളിക്ക് നല്ല കരുത്തുണ്ട്, ചായനുണ്ട്. കിട്ടണ്ടേ കുരങ്ങിന്റെ ഇടയിൽ. ഇങ്ങോട്ട് എത്തിയോ? ഞാനത് പതുക്കെ വരാം. എന്താ വെച്ചാൽ സ്പീഡിൽ നടക്കാൻ കഴിയില്ല. കൂടാരത്തിന്റെ ഏതെങ്കിലും ഗ്യാപ്പിലൂടെ കയറേണ്ടി വരും അല്ലേ. ഇന്നലെ ഒന്ന് പ്ലാവിന്റെ ഇല വെട്ടാൻ പോയപ്പോഴത്തേക്കും ഞാനും ഇതിനും ഇവിടുന്ന് പോയി. ഞങ്ങളെ സൗണ്ട് ഇവിടുന്ന് ഇല്ലാന്ന് കണ്ട അപ്പ കുരങ്ങ എവിടുന്ന വരിക അറിയില്ല. ഉമ്മാനെയും കുഞ്ഞോടൊന്നും പേടിയില്ല. കണ്ട് നോക്കി ഇന്നലെ രാവിലെ ചെയ്ത പരിപാടിയാണ്. ഞാൻ ഇതിനും വേഗം പ്ലാവിലൊക്കെ കൊണ്ടുവരണിച്ച് രാവിലെ തന്നെ ഇറങ്ങിയതാ. ഉച്ചയായപ്പോണ്ട് ഉമ്മ വിളിച്ചു പറയണേ കുരങ്ങ് വന്നിട്ട് മത്ത എടുത്തിക്കണ്. എന്നിട്ട് ഉമ്മാനും കുഞ്ഞോളെ ഇവിടെ കാവൽ നിർത്തിക്കുന്നു. ഞാൻ ഇന്ന് നമുക്കിത് എന്തായാലും ഉള്ളത് ഇത്രയും റെഡിയാക്കി വെച്ച് പറിച്ചെടുക്കുന്ന വെച്ചതാ. സൂപ്പർ മത്തൻ പോയി. അങ്ങനെ അവരെ കാവൽ നിർത്തിയ മത്തനുകളാണ്. അപ്പൊ അതെന്തായാലും ഇന്ന് പറിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല. ഇത് നോക്കി സംഭവം ചെയ്ത് ഉമ്മാന്റെ പണി അന്നേരം അടിയിലൂടെ കയറുന്ന പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നെറ്റിന്റെ ഉള്ളിൽ അങ്ങനെ കയറിയില്ല. ഈ മത്തനേതാ ഇവിടെ നെറ്റ് നമുക്ക് കണ്ടില്ല. ഈ കാപ്പിന്റെ കമ്പുകൾ കൊണ്ട് ഇങ്ങോട്ട് മൂടിയിട്ട് ഇങ്ങോട്ട് ഇത് ഇടാൻ വയ്യ, നമുക്ക് കവർ ചെയ്തിടാൻ വയ്യ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് എടുത്താണ്. ഇതൊക്കെ നയിക്കട്ടെ, ഉള്ളിൽ കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് മത്തന്റെ വള്ളി പടർന്നൊക്കെ ഇതൊന്ന് പറിച്ചിട്ട് കാണിച്ചുതരാം. പുറത്തുള്ള ഒന്നും കിട്ടിയില്ല പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് മുഴുവന് അതാ കാണുന്ന ഗ്യാപ്പൊക്കെ കാപ്പിച്ചെടിന്റെ മുകളിൽ കാണുന്നുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവാം. പിന്നെ നമുക്ക് എന്നാലും അതിലങ്ങനെ പറിച്ചു പോയാൽ മതിയല്ലോ. കണ്ടില്ലേ ഇഷ്ടം പോലെ. ഇതിന്റെ ഒരു മുരട് കിടക്കുന്ന എവിടെ അറിയോ? നമ്മൾ ക്യാബേജ് നട്ട സ്ഥലത്താ. അവിടെ നമ്മൾ ക്യാബേജ് കോളിഫ്ലവർ നട്ടയിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഒരു കള മൂടിയ പോലെ. അത് നമുക്ക് മത്തന്റെ വള്ളിയില്ലോണ്ട് അതങ്ങനെ കാപ്പിച്ചെടിയിൽ പടർന്നിട്ട് നാസർക്ക് വരെ കാപ്പി ഇറക്കുമ്പോൾ ഇഷ്ടംപോലെ മത്തൻ ചാഞ്ഞ് നാസർക്ക് വരും. ചാഞ്ഞെന്ന് അറിയുമ്പോൾ മത്തൻ പിടിച്ചിട്ടുന്നതിന് കേട്ടോ.
പിറ്റേ ദിവസം തന്നെ വന്നിട്ട് കുരങ്ങന്മാർ എടുത്തു പോകും. അങ്ങനെ ഇവിടെ നിന്നൊന്നും നമുക്ക് കിട്ടിയില്ല. ഇത്രയും പിന്നെ കാപ്പി ആയതുകൊണ്ട് നമ്മൾ നെറ്റ് എത്തിയില്ല കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അടിയിലൂടെ ആയതുകൊണ്ട് ഇത് കവർ ചെയ്യാൻ കുറച്ച് എളുപ്പമായി. ഇതൊന്ന് വെക്കട്ടെ കേട്ടോ. ഇത് കുത്തിയാലേ ചുണ്ടമുള്ളു അതിൻ്റെ ഉള്ളിലായിട്ട് മാറ്റിയെടുത്തെ ഭയങ്കര പണിയാ. ഇന്നാണെങ്കിൽ നമ്മളെ വീടിന്റെ ഓട് മേഞ്ഞ് കഴിഞ്ഞിട്ടോ. ഇന്ന് മഴ പെയ്തോട്ടെ. ഇന്നലെ തുള്ളിയിട്ടിട്ട് ഞങ്ങൾ ആകെ പേടിച്ചു. അപ്പൊ പണി മൊത്തം തീർത്തിട്ടാണ് നോഫലൊക്കെ പോയത്. ഓട് മോളത്തെ പണി ഇനി ഉള്ളത്തെ പണി ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നൊക്കെ മഴക്കാറാണ്. മത്തം കാണിച്ച ഞാൻ ആ മത്തൻ തിരഞ്ഞു പോയത്. മത്തം നോക്ക്. ഇതില് ക്രെഡിറ്റ് ഉമ്മാക്കട്ടെ. നെറ്റ് ഇടുന്നതിന് മുന്നേ ഉമ്മ ഈ ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞിട്ടാണ് ഇത് കാണാതെ നിർത്തിയിട്ടതാ. നോക്ക് മത്തൻ. ഇതാണ് നമ്മളെ ഉരുളമത്തൻ അല്ലേ, ഉണ്ടമത്തൻ. അപ്പൊ അത് കണ്ട് പൊട്ടിച്ചെടുക്കാം. ഉമ്മ പറഞ്ഞതാ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇനി ഞാൻ അങ്ങനെ പറിച്ചു ഇന്നലത്തെ മത്തന്. ഉമ്മ കറിയൊക്കെ പറിക്കേണ്ട വെച്ചാൽ പോലെ പറിക്കേണ്ട, നമുക്കൊന്ന് എന്തായാലും കുറച്ചല്ലേ വീഡിയോയിൽ കാണിക്കാനുള്ളൂ, ബാക്കിയൊക്കെ വരുമ്പോൾ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി മത്തന. നിങ്ങൾ ഗ്യാപ്പും ചേട്ടാ അത് അങ്ങനെയൊക്കെ മുറിക്കുക. സൂപ്പർ മത്തൻ, നല്ല ഐറ്റം കിട്ടോ. എന്ത് മാഷാ അല്ലാന്ന് അറിയാലേ, നമുക്ക് കണ്ണു വെക്കണ്ട. അതിനൊന്നും വിശ്വാസമില്ല. എന്തപ്പോ അങ്ങനെ കൃഷി ചെയ്ത് നല്ല വളം കൊടുത്ത ഏത് സാധനം നല്ല വലിപ്പം വെക്കും. അങ്ങനെ വളവും കാര്യങ്ങളും നോട്ടം കുറഞ്ഞാൽ ചെറുതാവും ചെയ്യും. നമ്മളെ ബ്രൊക്കോളിയൊക്കെ കൃഷി ഓഫീസറെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു ഇത് നല്ല ടേസ്റ്റ് ഉള്ള നമ്മ കമ്പിയൊക്കെ വെച്ച് കെട്ടി. ഇത് നെറ്റ് ഇടുന്നതിന് മുന്നേ ചെയ്താട്ടോ. അതാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് സെറ്റാക്കി. പിന്നെയാണ് മൊത്തത്തിൽ ഇവരെ ശല്യം കൊണ്ട് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് പിന്നെ അവള് എന്താക്കിയത് നെറ്റിട്ട്. ഇതൊക്കെ മൂത്തിട്ടുണ്ട്. മഞ്ഞായാലും എന്താ കുഴപ്പമില്ല. ഇങ്ങനെ ആക്കിയിട്ട് വള്ളി പോകുന്നില്ല. എന്നിട്ട് പൊട്ടിച്ചേ. ഇതാ ഉരുള. അതോ തണ്ണിമത്തൻ പോലെ ഉണ്ട് അല്ലേ, തണ്ണിമത്തൻ രണ്ടെണ്ണേ. പിന്നെ എവിടെയാണ് ഇത് ഞാൻ കണ്ട് ചാഞ്ഞപ്പോ ഞാൻ കണ്ട് സെറ്റാക്കിയൊരു സാധനം ഉണ്ട്. ഇവിടെ നോക്കണുണ്ടോ ഇങ്ങളെ ഈ സ്ഥലം നോക്ക്. ഇതൊക്കെ നല്ല വളമാട്ടതാ. ബയോഗ്യാസിന്റെ സ്ലറി പോകുന്ന പൈപ്പ് അടഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു ഇവിടെ തുറന്നു വിടുന്ന സിസ്റ്റം ഉണ്ട്. അതിൽ വിട്ടിട്ട് നോക്ക് ചാണകപ്പൊടി. ഇവിടെ ആ ഒരു സമയത്ത് മാത്രം ഫുൾ ടൈം നമ്മൾ ഇവിടെ ആ ഒരു കരുത്താട്ടോ. ഇവിടെ മുഴുവൻ സമയത്തൊന്നും വിടൂല. ഇടയ്ക്ക് പൈപ്പൊക്കെ ഒന്ന് അടയുമ്പോൾ ഇവിടെ തുറന്ന് ഒഴിവാക്കും കഴുകുന്ന വെള്ളം പോകാൻ. ആ വെള്ളം വിട്ടിട്ട് അതിലുള്ള ചാണകം കൊണ്ട് അതാ കരുത്ത്. ഉമ്മ പറഞ്ഞ ഇനി സ്ലറി വേണ്ട. ഞാൻ രണ്ടോട്ടം സ്ലറി മുരട് പിന്നെ കാണില്ല സ്ലറി ചോദിച്ചു കൊടുക്കാൻ. ഇവിടെ എവിടെ നിന്ന് കണ്ടില്ലല്ലോ. കണ്ടല്ല ചാഞ്ഞപ്പോ കണ്ടാണ്. ഇതാ സംഭവം നോക്ക്. അതിന് വള്ളി ഉള്ളത് കൊണ്ട് കുറച്ച് പണിയാട്ടത്. വള്ളിമ തട്ടാതെ എടുക്കുമ്പോഴാ സാധനം നോക്ക്. നല്ല തണ്ണിമത്തൻ. തണ്ണിമത്തൻ പോലെ ഉണ്ട് പറഞ്ഞ ഉണ്ടമത്തൻ. തണ്ണിമത്തൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കറക്റ്റ് തണ്ണിമത്തൻ പോലെ ഇല്ല നമ്മളെ പച്ച. ഇനി അതിന്റെ ഉള്ളില് കുറച്ച് മെനക്കെട്ട് നോക്കണം. ചാഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ വള്ളി പോയത് നോക്ക്. നെറ്റ് കടന്നിട്ട് വള്ളി പുറം കടന്ന്. ഇനിയിപ്പോ ഇത് കുരങ്ങ് എടുത്ത് പോയി. പക്ഷെ അങ്ങനെ വല കണ്ടുകൊണ്ട് ചെറിയ പേടി ഉണ്ടാവും. റെഡ് നേപ്പിയർ തൊഴുത്തുനിന്ന് വലിച്ചെറിഞ്ഞിട്ട് റെഡ് നേപ്പിയർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊന്നും അരിയാൻ പറ്റൂ. അല്ല എന്താ വെച്ചാൽ മത്തന്റെ വള്ളിയാ. ഇവിടെ ഇല്ലല്ലോ. അവിടെ നിന്ന് കെട്ടിച്ചുണ്ടല്ലോ അല്ലേ. അത് കളത്തിന് പുറത്തല്ലേ. ആ മത്തന് ഞാന് കുരങ്ങ് വന്നു പറഞ്ഞപ്പോൾ അല്ല ഒന്ന് തിന്നു പറഞ്ഞിട്ട് കുഞ്ഞോളെ കാവൽ നിർത്തിയല്ലോ. വന്നപാട് ഞാൻ നോക്കിയ മത്തനാണത്. അത് കാണുന്നില്ല. നോക്കുമ്പോ കുഞ്ഞോളിവിടെ കാവല് നിന്ന സമയത്ത് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊതിഞ്ഞിട്ട് പോയതാ. ഇത് പുറത്തല്ലേ ഇതിണ്ടതിന്. അതൊക്കെ ഇത് നമ്മളെ കളത്തിന് പുറത്താട്ടോ. എന്നിട്ട് കുഞ്ഞോള് വലയിലാക്കി വെച്ചതാ. നല്ല റിസ്ക്. ഒരു മത്തൻ വിളവെടുപ്പിന് ആരും എങ്ങനെ വിളവെടുത്തിണ്ടാവില്ലല്ലോ എല്ലാരും. ആരും എടുത്തിട്ടുണ്ടാവില്ല. എന്ത് കെട്ടാ നിങ്ങളെ കെട്ടീന്ന്. പുറത്തു വരണോ? കിട്ടുണ്ടോ? ഇത് അവസ്ഥ ആരും അറിയില്ല. ഇതിൽ വന്ന ഇത് വലിയ വലുപ്പമൊന്നുമില്ല. എന്തത് മണ്ണൊക്കെ കഴിക്കണല്ലോ. എന്റെ ചാക്കിലൊക്കെ മണ്ണായില്ലേ. പൊട്ടിക്കണ്ട നോട്ടെ. ചിലപ്പോ ടിക്നർ കിട്ടും. അതെ കത്തിരുന്ന് മുറിച്ചാ മതി. അയ്യോ ഇവിടെ പൊട്ടിപ്പോയി. ഞാൻ ഇവിടെ വെച്ച് ഒടിക്കാന്ന് വെച്ചു. ഇതും പറിക്കല്ലേ. ഇതൊക്കെ നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം കേട്ടോ. ഇത് ഇത്ര വലിപ്പം മുക്കുള്ളൂടി കുറെ ആയി. മോനിത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മത്തം കൊടുക്കുന്ന നല്ല കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ പൈബൂന് നമ്മള് ഈ പുറത്തിട്ടല്ലേ നമുക്ക് മൊത്തം അങ്ങോട്ടാ പറിക്കാനുള്ള. ഇനി
ഞാൻ ഇതിലെ പോട്ടെ. ഇതില് പോകാൻ ബ്ലോക്കാ. എന്നാ പോര്. മത്തണ്ട എന്നാ പതുക്കവാ. ഇതാണ് നെറ്റ്. ഇങ്ങനത്തെ വിളവെടുപ്പ് ആദ്യമായിട്ടാ പറഞ്ഞതാ. എല്ലാരും മത്തനൊക്കെ പെട്ടെന്ന് പറിച്ചു പോണല്ലേ. ദൂരം എടുക്കട്ടെ. ഞാനത് പൊട്ടിച്ച് കത്തിയായിട്ട് മുറിച്ചാൽ മതി അല്ലേ. കത്തി കയ്യിലുണ്ടായിട്ട് പൊട്ടിക്കാൻ പോയി. അല്ല അത് നമുക്ക് എടുക്കാം അതൊന്നും കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുക്കുമ്പോ നമ്മൾ നെറ്റുള്ള തന്നെ കൊടുക്കണ്ടേ. അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ട്. ഒരു ഇതില് പോവേ. അപ്പൊ നമുക്ക് ഇനി മത്തം പറിക്കാനിതാ ആ സൈഡിലേക്ക് പോകണം കേട്ടോ. അങ്ങോട്ട് എത്തണം. ഈ നെറ്റിന്റെ ഉള്ളിൽ കൂടെ പോകാൻ വയ്യ. ഇതില് പോയിട്ട് നമുക്ക് അതിൽ കറങ്ങി വരാം. ഓ എന്റെ അമ്മ, ഒരു മത്തം വിളവെടുപ്പ്. ജാതിക്കില്ല. നമ്മളെ ജാതി ഇല്ലടി. ജാതിക്കപ്പൊ ഫുള്ള് കിട്ടിയതല്ലേ. പുതിയത് ഇനിയിപ്പോ നനച്ചു കൊടുത്തൊന്ന് പൂക്ക. ഇത് ഓൾ സീസൺ ജാതി പോലെ കേട്ടോ. എപ്പോഴും ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്പൊ ചെറിയ പൂവിന് ഇങ്ങനെ ഉണ്ടാവും. നനച്ചിട്ടി മഴ കിട്ടിയല്ലേ. മഴയും നനവൊക്കെ കിട്ടിയുണ്ടാവും. വാ അങ്ങോട്ട് പോവാ. ഞങ്ങള് കറങ്ങി ഇതാ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ നല്ല വള്ളി പോണ്. ഇതിലൊക്കെ ഇങ്ങനെ ചാഞ്ഞു വരുന്നുണ്ട്. നല്ല കരുത്ത്. നോക്ക് വള്ളി പോണ പോക്കൊക്കെ റോക്കറ്റ് പോണായി പോണ്ട്. ഇതൊക്കെ നമ്മള് നെറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിയാ കേട്ടോ. ഇങ്ങോട്ട് പോയി കുരങ്ങ് വരില്ല. കുറച്ചുകൂടി അടുത്തടുത്ത് പോകുന്നതോടെ നമ്മൾ നോട്ടെത്തുന്നോണ്ട് ശല്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം അല്ലെ. ഇവിടെ നിന്ന് രാവിലെ ഒരു മത്തം ചാഞ്ഞാണ്ടി കുഞ്ഞോളെ. ഇങ്ങോട്ട് അതിലുണ്ടോ? ഇതാ മത്തണ്ട്. ഇതാ ഉണ്ട. ഇതൊന്നും പിടിച്ചിട്ടൊന്നല്ല. ഉണ്ടാ ചായന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. ഇത് നോക്കാം. ഇത് ഇവിടെ ഉണ്ട് ഒരു ഉണ്ട പിടിച്ചിട്ടീന്. ഇതല്ല കേട്ടോ, ഇത് പാഷൻ ഫ്രൂട്ടാണ്. എവിടെയാ മത്തന? അതാ കാണുന്നുണ്ടോ? ആ അത് ചാഞ്ഞ മത്തനാണ്. ചിലവരൊക്കെ നമ്മൾ ഈ ചാഞ്ഞ എന്ന് പറയുന്നത് പിടിച്ച് കിട്ടാനുള്ളതായതാണ് നമ്മൾ ചാഞ്ഞത് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാണിച്ചൊക്കെ ചായയും അത് അത്ര വലിപ്പം ചെറുത് നോക്കണ്ട. ഇതിനിപ്പോ എടുത്തിട്ട് അങ്ങോട്ട് പോകണം. കൊട്ടതിൻ്റെ ഉള്ളിലല്ലേ. അങ്ങനെ വീണ്ടും സർക്കസ് കൂടാരത്തിനുള്ളിൽ കയറണം. എല്ലാരും വെക്കും ഇത് എന്ത് വിളവെടുപ്പാണ്. അല്ല സുജിത്തേട്ടനൊക്കെ ഓടി വന്നിട്ടല്ലേ മത്തൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്. ഓൽക്കൊന്നും കുരങ്ങ് ശല്യം ഇല്ലാണ്ടാ. പിന്നെ ഒരു കാര്യം, ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കൃഷിയാണ് മത്തനും കുമ്പളൊക്കെ. തുടക്കത്തിൽ എന്താ വെച്ചാൽ ഒരു കുറച്ച് വളങ്ങളോ കാര്യം ഇട്ട് കൊടുത്താൽ പടർന്നു കഴിഞ്ഞാൽ പിന്നെ നനവ് മാത്രം മതി. വേറെ വളമോ കാര്യം ഒന്നും എടുക്കണ്ട. നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായി കിട്ടുന്ന സാധനമാണ്. പക്ഷെ എന്താ ചെയ്യുക, കുരങ്ങിന്റെ ഒറ്റ ശല്യം കാരണം ചാക്ക് കണക്കിന് പറിക്കേണ്ട മത്തനാണ് ഇപ്പൊ ഒരു ചെറിയ കൊട്ടയിട്ട് വന്നിട്ട് പറിക്കേണ്ട അവസ്ഥ ആയത്. ഇതൊക്കെ ഉമ്മാന്റെ അടുത്ത ടെക്നിക്കായിട്ട് മക്കളെ. ഈ ടെക്നിക്ക് ഉള്ളതുകൊണ്ടാണ് ചെക്കൻ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഇതിനുള്ളിൽ ലോക്കായി പോയോ. കാപ്പിച്ചെടീന്റെ ഉള്ളിലും ഇടുക. മുറിച്ചില്ലെങ്കിൽ നേരത്തെ തന്നെ മുറുക്കി നിൽക്കട്ടെ. ഞാൻ ഒന്നും കേട്ടെ മുറുക്കിയായിട്ട് പണി കിട്ടിയതാ. ഇതൊക്കെ ഒരു ഗ്യാപ്പ്. അയ്യോ ചെറുതായിട്ട് കത്തിയാ മതി. ഉണ്ടമത്തൻ അങ്ങനെ ഉണ്ടമത്തനും കിട്ടി. ഞാൻ കൊട്ട എടുത്തിട്ട് വരാ. അവിടെ ഇല്ല മത്തന്. ഇതിന്റെ എത്ര ഇരട്ടി മത്തൻ അല്ലേ. നമുക്ക് കുറച്ചൊക്കെ ഞങ്ങള് കറിക്കുള്ളൊക്കെ ഇങ്ങനെ ഹയർ റേഞ്ചുകളിലൊക്കെ കാണുന്നൊക്കെ ഇന്ന് പറിച്ചെടുത്ത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കലുണ്ട്. പക്ഷെ നമുക്കൊരു വിളവെടുപ്പായിട്ട് ഇങ്ങനെ കുറെ കാണിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഒക്കെ കുരങ്ങ് അങ്ങനത്തെ ഒരു ശല്യമായി പോയി കുരങ്ങ്. ഇപ്പൊ ഇന്ന് കുരങ്ങിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് കാപ്പി പറി കഴിഞ്ഞു ഇവിടെ. ഇനിയിപ്പോ ഉള്ളത് തേങ്ങി ഇങ്ങനത്തെ എന്തെങ്കിലും പച്ചക്കറി. അപ്പൊ ഇവിടെ എവിടെയും ആരും ഇങ്ങനത്തെ ഒന്നും ചെയ്യൂലല്ലോ. ഞങ്ങളിങ്ങനെ കൃഷി ചെയ്യുന്നോണ്ട് ഈ ഏരിയ വിട്ട് പോണില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചത്. പിന്നെ മത്തൻ ആദ്യമായിട്ടായിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ. ഇനിയിപ്പം മത്തൻ ഇല്ലെങ്കിൽ ഞങ്ങൾ മത്തന്റെ ഇല ഉണ്ടാ ഇഷ്ടം പോലെ ഇല നില്ലാണ്ട്. ഇതാ നോമ്പൊക്കെ വരുന്നത് നല്ല. ഇവിടെയൊക്കെ കുറച്ച് മൂപ്പായതാ. ഇതുപോലത്തെ നോക്ക് ഇങ്ങനത്തെ ഇല ഇനി ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. എല്ലാവരും മത്തനില വെച്ച് വരും. നോമ്പായി കഴിഞ്ഞാൽ ചീര വയ്ക്കുന്ന പോലെ തന്നെ മത്തനില. ആദ്യം മത്തനില വിൽക്കാനൊന്നുമില്ല കേട്ടോ. അതാ ഇവിടെ നിന്ന് ചായണ്ട്. ഇതൊക്കെ ഇതാ തലപ്പൂവാണ്. ഇങ്ങനത്തെ ഇലയൊക്കെ നല്ല ഉപ്പേരി വെച്ചാൽ താളിച്ചാലൊക്കെ അല്ലേ. ഉപ്പേരിയല്ലേ താളിക്കലല്ലേ. നല്ല ടേസ്റ്റ്. നോമ്പിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇതായി കൊടുക്കാം. കാപ്പിച്ചെടിയിലുള്ളത് അത് അങ്ങോട്ടുള്ളത് നമ്മൾ കളയൂട്ടോ. ഇനി അതിന് നിർത്തൂല. എന്താ വെച്ചാൽ കാപ്പിനെയും ബാധിക്കും. മത്തനൊന്നും ഇങ്ങോട്ട് കിട്ടണില്ല. കൊട്ട നിറഞ്ഞല്ലോ. ഇതൊന്നും അല്ലല്ലോ എത്ര മത്തൻ കിട്ടണ്ടതാ. പിന്നെ നല്ല അടിപൊളി നാടൻ മത്തനാട്ടോ. സൂപ്പർ മത്തനാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വരുന്നവരുണ്ട്. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓർഡർ തരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഇനി
മത്തനുണ്ട്. പറഞ്ഞാൽ മതി നമ്മൾ ഓർഡറിൽ ഉള്ള മത്തനുണ്ട്, കുറയൊന്നുമില്ല. ആദ്യം ഓർഡർ ചെയ്യുന്ന ആർക്കും അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മത്തൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തിയല്ലേ, കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ. ഞങ്ങൾ പറിക്കാൻ അത്രയും റിസ്ക് എടുക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകേണ്ട ഒരു ഇതുകൊണ്ടോ മൊത്തം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. അപ്പം എന്നാൽ പോവല്ലോ കുഞ്ഞോളെ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന മത്തൻ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇപ്പം ഈ ചായന്നൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കുരങ്ങിൻ്റെ കൈ കൊടുക്കാതെ പിടിച്ച് നിർത്തിയിട്ട് ഇതുപോലെ വിളവെടുക്കണം. എന്നാ പോവാ.